അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ആദരവുകൾ നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മുടെ ഈ ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, തസ്ബീഹിൻ്റെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നീറുന്ന വിഷമങ്ങൾ, സങ്കടങ്ങൾ നമ്മളോട് ദുആ കൊണ്ട് വസീയത്തായി ഒരുപാട് പേര് പറയാറുണ്ട്. നമ്മുടെ ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, തസ്ബീഹിൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാ പ്രതിസന്ധികളും എല്ലാവർക്കും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനും മുത്തായ റസൂലിൻ്റെ ഷഫാഅത്ത് കിട്ടാനും മരണസമയം ഈമാനോടുകൂടി മരിക്കാനും ഇൻഷാ അള്ളാഹ് ഈ ശവ്വാലിൻ്റെ അതിശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിൽ നമുക്ക് പറയാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ചില തസ്ബീഹുകളാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കും. അള്ളാഹു നമ്മുടെ സദസ്സിനെ കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ പോവുകയാണ്. പരിശുദ്ധമായ ഈ മാസത്തിൽ പവിത്രമായ ആ റൗളാ ഷരീഫിൻ്റെ ചാര നമുക്ക് ചെല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് അള്ളാഹുവെ താമസിയാതെ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ് എന്ന നിയ്യത്തിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് കുറച്ച് സ്വലാത്ത് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് على رسولك سيدنا محمد. اللهم صل وسلم وبارك 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 على رسولك سيدنا محمد. ഒരു പ്രാവശ്യം പറഞ്ഞാൽ 5 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലം കിട്ടുന്ന ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകും. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله.
اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഹദ്ദാദ് റാത്തീബ് നമ്മൾ ഓതാറുണ്ടല്ലോ. ഹദ്ദാദിലെ ഒരു ദിക്റുണ്ട്. അതായത് ആകാശഭൂമികളുടെ ഇടയിലുള്ള, അതായത് എന്തെല്ലാം ഉപദ്രവകാരികളായ വസ്തുക്കളുണ്ടോ ജീവികളുണ്ടോ എല്ലാത്തിൽ നിന്നും നമുക്ക് കാവൽ കിട്ടാൻ വേണ്ടി നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറയാം. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ഇത് നമ്മൾ പറയുന്നത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്താൻ കാരണമായ ഒരു ദിക്റാണ്. നമുക്കറിയാവുന്ന ദിക്റാണ്. ഇതിപ്പോൾ നമുക്കെന്ത് പ്രതിസന്ധി ഉണ്ടോ അത് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് അതിൽ നിന്നും രക്ഷ കിട്ടാൻ നമ്മൾ ഈ ദിക്ർ പറയണം. പ്രത്യേകിച്ച് ഗർഭിണികളായ സഹോദരിമാരെ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ സുഖപ്രസവത്തിന് വേണ്ടി മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ഒന്നിച്ച് പറയുക. കടങ്ങളുള്ളവർ കടങ്ങൾ മാറാൻ, അതുപോലെ രോഗങ്ങളുള്ളവർ രോഗങ്ങളിൽ നിന്നും ശിഫ കിട്ടാനൊക്കെ അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ പറയുക. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ
ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരുപാട് ഔലിയാക്കന്മാർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ദിക്റാണ്. ഔലിയാക്കന്മാരുടെ പദവിയിലേക്ക് നമുക്കും എത്താൻ ഒരു പക്ഷേ ഈ ദിക്ർ പറയുന്നതിലൂടെ സാധിച്ചേക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായി പറയുക. ഏതാണ് ആ ദിക്ർ? യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ് 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 യാ ഹയ്യു യാ ഖയ്യൂം യാ ദായിമു യാ അല്ലാഹ്. ഇന്ന് നമ്മൾ ചൊല്ലാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ദിക്റാണ്. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അതിൻ്റെ കൂടെ നമ്മൾ മറ്റൊരു അള്ളാഹുവിൻ്റെ സിഫത്ത് കൂടി ചേർത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയുകയാണ്. എല്ലാവരും ഒന്നിച്ച് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ മഅബൂദ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ മഖ്സൂദ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ മഅബൂദ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ മഖ്സൂദ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ മഅബൂദ ഇല്ലല്ലാഹ്
لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله لا إله إلا الله لا معبود إلا الله لا إله إلا الله لا مقصود إلا الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് തന്നത് അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രയോ നിഅമത്തുകളാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർ, അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, നമുക്കൊക്കെ അൽഹംദുലില്ലാഹ് എത്രയോ നിഅമത്താണ് അള്ളാഹു തന്നത്. അള്ളാഹു താല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനും നമുക്കുള്ള പ്രതിസന്ധികൾ മാറാനും നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് തസ്ബീഹുകൾ പറഞ്ഞിട്ട് ദ്വാരക്കണം. അള്ളാഹുവിലേക്ക് നമ്മൾ നന്ദി പ്രകടനമാണ് നടത്തേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് നമ്മൾ നന്ദി ചെയ്യേണ്ടത്? അതിൻ്റെ ഏറ്റവും വലിയ ഒരു നന്ദി പ്രകടനത്തിൻ്റെ വാക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയുക. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ,
അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. 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 ഇനി നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ചേർത്തിട്ട് നമ്മുടെ മരണസമയം അള്ളാഹുവെ നീ റാഹത്താക്കണേ എന്ന്, അതായത് ഈമാനോടുകൂടി മരിപ്പിക്കണേ എന്ന് അർത്ഥം വരുന്ന ദിക്ർ. ഇൻഷാ അല്ലാഹ് പറഞ്ഞു. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം പറയാറുണ്ടല്ലോ. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ? കാരണം ആ ഒരു ദിക്ർ പറഞ്ഞാൽ മീസാൻ എന്ന തുലാസിൽ അല്ലാഹു തആല നമുക്ക് ഭാരം വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അതായത് നമ്മൾ രക്ഷപ്പെടുമെന്നർത്ഥം. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ദിക്ർ ഒന്ന് പറയാം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹ്
അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സ്വലാത്തിനെ, ദിക്റിനെ, തസ്ബീഹിനെ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചൊല്ലുന്ന സമയത്ത് എന്തെല്ലാം പോരായ്മകളുണ്ടോ എല്ലാം അള്ളാഹു താല പരിഹരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ നമ്മൾ ഓതിയതിൻ്റെ മിഥ്ല സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശ സഫലീകരണം അള്ളാഹു താല നടത്തി തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വസീയത്തുകൾ, ദുആ വസീയത്തുകൾ ഓരോ വീഡിയോകൾക്ക് താഴെയും ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്‌ലിസുകൾക്ക് ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ഉമ്മമാരാണ് ദുആ വസീയത്ത് കമൻറ്റായി രേഖപ്പെടുത്തുന്നത്. എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട്. ഓരോന്നിനും കൃത്യമായി മറുപടി തരാനുള്ള പ്രയാസം കാരണം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഒന്നിച്ച് ദുആരക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നമുക്കൊരു ഇനിയും എല്ലാ ദിവസവും ഇതുപോലുള്ള ദിക്റിൻ്റെ മജ്‌ലിസിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർറാഹിമീനായ അല്ലാഹ്, പടച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദിക്റിൻ്റെ, ഞങ്ങളുടെ സ്വലാത്തിൻ്റെ, ഞങ്ങളുടെ തസ്ബീഹിൻ്റെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങളോട് കമന്റിലൂടെ ദുആരക്കാൻ പറയുന്നത്. ഓരോ ദിവസവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ്. അല്ലാഹുവേ ആരെല്ലാം ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ടോ, ആരെല്ലാം ദുആ കൊണ്ട് വസിയ്യത്ത് നൽകിയിട്ടുണ്ടോ, ആരെല്ലാം കമന്റ് എഴുതുന്നു, അതെല്ലാം ഫോണിൽ വിളിച്ച് നേരിട്ട് കണ്ട് പറയുന്നു, എല്ലാവരുടെയും എല്ലാ മനസ്സിലുള്ള നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ അല്ലാഹ്. പ്രതിസന്ധികൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ദുഃഖങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. മാരകവുമല്ലാത്തതുമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ക്യാൻസർ വരുന്നതിനെ തൊട്ട്, ബ്രെയിൻ ട്യൂമർ വരുന്നതിനെ തൊട്ട്, അല്ലാഹുവേ കിഡ്നിക്ക് പ്രോബ്ലമാണ്, കരളിന് വീക്കമാണ്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും കേടുപാട് സംഭവിച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള അല്ലാഹുവേ വാർത്തകൾ കേൾക്കുന്നതിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ നൽകണേ അല്ലാഹ്. ആരെല്ലാം ഹോസ്പിറ്റലുകൾ കഴിയുന്നുണ്ടോ, വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്, ഐസിയുയിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ വിഷമിച്ചിരിക്കുന്നവരുണ്ട്, റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ട എല്ലാവരെയും എല്ലാ രോഗങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു. വീടില്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്, റഹ്മാനെ വീട് പണി നടക്കുന്നവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഗർഭിണികളായ ഒരുപാട് ഉമ്മമാര്, സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സിഹർ മൂലം, അതുപോലെ കണ്ണേർ മൂലം, പൈശാചികമായ ഉപദ്രവങ്ങൾ മൂലം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്.
പടച്ചവനെ പ്രവാസികളായ ഒരുപാട് പേരുണ്ട്, അവർക്കെല്ലാവർക്കും നീ ഖൈറും സമാധാനവും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, വയസ്സാകുന്ന സമയത്ത് ഞങ്ങളെ നോക്കുന്ന നല്ല മക്കളാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്ന നല്ല മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ എല്ലാ ദുസ്വഭാവങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, പറഞ്ഞാൽ അനുസരണയുള്ളവരാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഉന്നതമായ വിജയങ്ങൾ നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാ വിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹറിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ കാണുന്ന, മജ്‌ലിസിൽ ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഞങ്ങളെല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ കടങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ അടുത്തു വരികയാണ്, പലരും പരീക്ഷ എഴുതുകയാണ്. ഉന്നതമായ വിജയം നൽകണേ അല്ലാ. മോശമായ കൂട്ടുകെട്ടുകളെ തൊട്ട്, അല്ലാഹുവേ, കഞ്ചാവിന്റെ, മയക്കുമരുന്നിന്റെ, അശ്ലീലതയുടെ കൂട്ടുകെട്ടിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, ഖൈറായ രൂപത്തിൽ അത് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് പേര് ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നു, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നു. ഖൈറായി ഞങ്ങളെ എല്ലാവരെയും അവിടെ നീ എത്തിക്കണേ അല്ലാ. മുത്തു റസൂലിന്റെ ചാരച്ചെന്ന് സലാം പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ. അൽഹംദുലില്ലാ, നമ്മുടെ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെയും മഗ്‌രിബിന് ശേഷം ഉടൻ തന്നെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ ഈ വീഡിയോകളുടെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവരും ഈ സദസ്സിൽ പങ്കെടുക്കട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.